ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയിൽ നിന്ന് ചോദിക്കാവുന്ന പ്രോബ്ലംസും ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ടൈം ഓഫ് സപ്ലൈ. ഈ ടൈം ഓഫ് സപ്ലൈന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ടൈം ഓഫ് സപ്ലൈ നോക്കാം. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം നമ്മൾ എപ്പോഴാണ് ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ ചെയ്യുന്നത് ആ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ആ ഡേറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ആ ഡേറ്റാണ് നമ്മൾ GSTയിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഗുഡ്സിൻ്റെ കേസ് നോക്കാം. ഗുഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക. അതിനകത്ത് നമുക്ക് ക്വസ്റ്റിനകത്ത് ഇൻവോയ്സ് ഡേറ്റ് നമുക്ക് തരും. അതായത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദ സപ്ലയർ ഓർ ദ ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഹീസ് റിക്വയർഡ് അണ്ടർ സെക്ഷൻ 31 ടു ഇഷ്യൂ ദ ഇൻവോയ്സ് വിത്ത് റെസ്പെക്ട് ടു ദ സപ്ലൈ. അതുപോലെ രണ്ടാമത്തെ ഡേറ്റ് ഡേറ്റ് ഓൺ വിച്ച് ദ സപ്ലൈസ് റിസീവ് ദ പേയ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സപ്ലൈ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ഡേറ്റ് ക്വസ്റ്റിൽ തരും. ഒന്ന് ഇൻവോയ്സ് ഡേറ്റ്, അതായത് നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടാകും. നമ്മൾ സാധനം ഗുഡ്സ് ഓർ അല്ലെങ്കിൽ സർവീസിലെ ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പോൾ, ഇത് ഗുഡ്സിൻ്റെ കേസാണ് പറയുന്നത്. നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ സപ്ലയർ കൊടുക്കുന്ന ഒരു ബില്ലുണ്ടല്ലോ, അതിനാണ് നമ്മൾ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുക. ആ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ക്വസ്റ്റിനിൽ ഉണ്ടാവും. രണ്ടാമത് ദ ഡേറ്റ് ഓൺ വിച്ച് ദ സപ്ലയർ റിസീവ് ദ പേയ്മെൻറ്റ്, അതായത് സപ്ലയറിന് എപ്പോഴാണോ പേയ്മെൻറ്റ് കിട്ടുന്നത് ആ ഡേറ്റ് ഉണ്ടാവും. ഈ രണ്ട് ഡേറ്റുകളിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്ന ഡേറ്റ് അതാണ് ടൈം ഓഫ് സപ്ലൈയുടെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 10/10/2024 10/10/2024 നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. 1/10/2024 നമുക്ക് പേയ്മെൻറ്റ് കിട്ടി. ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവാം. ഇങ്ങനെയാണെങ്കിൽ 10/10/2024 ഉണ്ട്, 1/10/2024 ഉണ്ട്. ഇതിൽ ഏതാണ് ആദ്യം നടന്ന ഡേറ്റ്? 1/10/2024 പേയ്മെൻറ്റ് റിസീവ് ചെയ്തത്. അപ്പോൾ അതായിരിക്കും നമ്മൾ ടൈം ഓഫ് സപ്ലൈനെ കൺസിഡർ ചെയ്യുക. ഇത് ഗുഡ്സിൻ്റെ കേസിലാണ് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജിൽ ഗുഡ്സിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് നോർമൽ ബേസിസ് ഉണ്ട്, റിവേഴ്സ് ചാർജ് ഉണ്ട്. റിവേഴ്സ് ചാർജ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടാക്സ് GSTയിൽ രജിസ്റ്റർ ചെയ്ത ആളും രജിസ്റ്റർ ചെയ്യാത്ത ആളും വന്നിട്ടുണ്ടെങ്കിൽ സപ്ലയറിന് പകരം ആരാണ് അതായത് ആരാണോ പർച്ചേസ് ചെയ്ത ആൾ അദ്ദേഹം ടാക്സ് അടയ്ക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ റിവേഴ്സ് ചാർജിൻ്റെ ക്വസ്റ്റിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് സപ്ലൈസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ടാക്സ് ഈസ് പെയ്ഡ് ഓർ ലയബിൾ ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ ടൈം ഓഫ് സപ്ലൈ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ഗുഡ്സ്, എന്നാണ് ഗുഡ്സ് കിട്ടിയത്, നമുക്ക് കിട്ടിയ ഡേറ്റിലെ ഗുഡ്സ് കിട്ടിയ ഡേറ്റ്, ആ ഡേറ്റ് എടുക്കുക. രണ്ടാമത് ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയത് നമ്മൾ എൻ്റർ ചെയ്യില്ലേ, ആ ഡേറ്റ് നോക്കുക. ഓഫ് ദ റെസിപ്പിയൻ ഓർ ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബുക്കിൽ ഡെബിറ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ലെ, ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ഡെബിറ്റ് ആയ ഡേറ്റ്, പൈസ ഡെബിറ്റ് ആയിട്ടുണ്ടാവില്ലേ, ആ ഡേറ്റോ അതിലേതാണോ ആദ്യം സംഭവിച്ച ആ ഡേറ്റ് എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഗുഡ്സ് കിട്ടിയ ഡേറ്റ്. ഒന്നാമത്തെ കണ്ടീഷൻ ഗുഡ്സ് കിട്ടിയ ഡേറ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബുക്കിൽ എഴുതിയ എൻ്റർ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഡെബിറ്റായ ഡേറ്റോ, ബാങ്കിൽ നിന്ന് പൈസ പോയ ഡേറ്റോ, അതിലേതാണോ ആദ്യം നടന്ന ആ ഡേറ്റ് എടുക്കുക. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് ദ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് എന്നാണോ ഇഷ്യൂ ചെയ്തത് അതിൻ്റെ കൂടെ ഒരു 30 ദിവസം കൂടി കൂട്ടുക. അപ്പം 3 ഡേറ്റുകൾ പറയാം. ഒന്നാമത്തെ ഡേറ്റ് ഗുഡ്സ് കിട്ടിയ ഡേറ്റ്, രണ്ടാമത്തെ ഡേറ്റ് ബുക്കിൽ എൻ്റർ ചെയ്തതോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയതോ, അതിൽ ഏതാണോ ആദ്യം സംഭവിച്ച ഡേറ്റ്, മൂന്നാമത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റിൻ്റെ കൂടെ ഒരു 30 ദിവസം കൂടി കൂട്ടുക, അതായത് 31ാമത്തെ ദിവസം. ഈ 3 ഡേറ്റുകളിൽ ഏതാണോ ആദ്യം സംഭവിച്ച ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ. യെസ്, നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ റിവേഴ്സ് ചാർജ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. റിവേഴ്സ് ചാർജ് മീൻസ് ദ ലയബിലിറ്റി ടു പേ ടാക്സ് ബൈ ദ റെസിപ്പിയൻ്റ് ഓഫ് സപ്ലൈ. കണ്ടോ, റിവേഴ്സ് ചാർജിൽ ടാക്സ് അടയ്ക്കാമെന്ന് പറഞ്ഞാൽ അവിടെ റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. റെസിപ്പിയൻ്റ് പറഞ്ഞാൽ വാങ്ങിയ ആൾ അല്ലേ. സാധാരണ സപ്ലൈ ചെയ്ത ആളാണ് ടാക്സ് അടയ്ക്കുക. പക്ഷേ ഇവിടെ റിവേഴ്സ് ചാർജിലാണെങ്കിൽ അവിടെ ആരാണ്? റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കുക. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ചാർജിലാണ് ഗുഡ്സ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ഈ 3 കണ്ടീഷനാണ്. ഒന്ന് ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ്, രണ്ട് ബുക്കിൽ എൻ്റർ ചെയ്തതോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയതോ ഏതാണ് ആദ്യം സംഭവിച്ച ഡേറ്റ്, മൂന്നാമത് ഇൻവോയ്സിൻ്റെ കൂടെ ഇൻവോയ്സ് ഡേറ്റിൻ്റെ കൂടെ ഒരു 30 ദിവസം കൂട്ടുക. ഈ 3 കണ്ടീഷനിൽ ഏതാണോ ആദ്യം സംഭവിച്ച ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ചന്ദ്ര സപ്ലൈ സർട്ടൈൻ മെറ്റീരിയൽസ് ടു ഗംഗ
ഓൺ 16/11/2023. അപ്പോൾ അവിടെ സപ്ലൈ ചെയ്തത് 16/11/2023 ആൻഡ് റേസസ് ദ ഇൻവോയ്സ് ഓൺ ദ സെയിം ഡേറ്റ്. ആ സെയിം ഡേറ്റ് എന്ന് പറയുമ്പോൾ 16/11/2023 നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ പേയ്മെന്റ് വാസ് റിസീവ്ഡ്. അതിന്റെ പേയ്മെന്റ് കിട്ടിയത് 25/11/2023 ആൻഡ് ഇറ്റ് വാസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സിൽ നമ്മൾ എൻ്റർ ചെയ്തതും 25/11/2023 ആൻഡ് ക്രെഡിറ്റഡ് ടു ഹിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മറ്റാളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി അത് അല്ലെ, അതിന് പൈസ പോയാലാണല്ലോ മറ്റാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. അത് 28/11/2023. വാട്ട് ഈസ് ദ ടൈം ഓഫ് സപ്ലൈ? അപ്പോൾ ഇവിടെ റിവേഴ്സ് ചാർജ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നില്ലല്ലോ. അപ്പോൾ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നോർമൽ സിറ്റുവേഷനാണ്. നോർമൽ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ കാണാൻ? 2 ഡേറ്റ് എടുത്താൽ മതി അല്ലേ. ഒന്നാമത്തെ ഡേറ്റ് എന്താ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. രണ്ടാമത് പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ്. അപ്പോൾ നമുക്കിവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്താണെന്ന് നോക്കി. ഈ ചന്ദ്രബോസിൻ്റെ കേസിൽ പറയുന്നുണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 16/11/2023. അതുപോലെ പേയ്മെൻറ്റ് കിട്ടിയത്, പേയ്മെൻറ്റ് വാസ് റിസീവ്ഡ് 25/11/2023. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? 16 അല്ലേ. അപ്പോൾ ഇൻ ദിസ് കേസ് ദ ഡേറ്റ് ഓഫ് സപ്ലൈസ് 16/11/2023. അത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആയിരിക്കും ഇവിടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് നോർമൽ കേസിൽ കേട്ടോ, ഗുഡ്സിൻ്റെ. റിവേഴ്സ് ചാർജ് ആണെങ്കിൽ അങ്ങനെയല്ല. റിവേഴ്സ് ചാർജ് ആണെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട് കേട്ടോ. 3 ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡേറ്റ് എടുക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ശ്രീ രഘുനാഥ്, എ രജിസ്റ്റേർഡ് ഡീലർ, സപ്ലൈഡ് സർട്ടൈൻ ഗുഡ്സ് ടു ശ്രീ ഗോപി, ഹു ഈസ് ഓൾസോ എ രജിസ്റ്റേർഡ് ഡീലർ. ദ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് ഈസ് പേയബിൾ ഓൺ, നമ്മുടെ പറയുന്നതിൻ്റെ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറയുന്നുണ്ട് അത് റിവേഴ്സ് ചാർജിലാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് വന്നിട്ടുണ്ട്. എന്നാണ് നമുക്ക് ഗുഡ്സ് റിസീവ് ചെയ്തത്? ഗോപി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഗുഡ്സ് റിസീവ് ചെയ്തത് 18/8/2023. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പ്രകാരം ഡേറ്റ് 18/8/2023. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 15/8/2023. പേയ്മെൻറ്റ് നമ്മൾ ബുക്സിൽ എൻ്റർ ചെയ്തത് 20/8/2023. ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയത് 22/8/2023. അപ്പോൾ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് ചാർജിലാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ് എടുക്കുക. രണ്ടാമത് ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയ ഡേറ്റോ, ആ 2 ഡേറ്റുകൾ ഏതാണോ ആദ്യം സംഭവിച്ചത് ആ ഡേറ്റ് എടുക്കുക. മൂന്നാമത് ഇഷ്യൂ ചെയ്ത ഇൻവോയ്സ് ഡേറ്റിൽ അതിൻ്റെ കൂടെ ഒരു 30 ഡേയ്സ് കൂട്ടുക. അതാണ് ആ 3 കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ് ഇതാണ് ഒന്നാമത്തെ ഡേറ്റ്. എത്രയാണ്? 18/8/2023. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റോ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയ ഡേറ്റോ, ഈ 2 ഡേറ്റുകളിൽ ഏറ്റവും ആദ്യം നടന്ന ഡേറ്റ് അപ്പോൾ ഏതായിരിക്കും? 20/2/2023. 22, 21 ഉണ്ട് അല്ലേ, സോറി 20, 22 ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം നടന്നത് ഏതാ? 20-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡേറ്റ് കിട്ടി 20-ാം തീയതി. രണ്ടാമത്തെ ഡേറ്റ് എന്നാണ്? 20-ാം തീയതി. മൂന്നാമത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എത്രയാ? 15/8/2023 അല്ലേ. ഈ 15/8/2023 അല്ലേ മൂന്നാമത്തെ ഡേറ്റ് അല്ലേ. അതിന് കൂടെ 30 ദിവസം കൂട്ടുക. അപ്പം 30 ദിവസം കൂട്ടുമ്പോൾ എങ്ങനെ പോയാലും അത് 9-ാം മാസത്തേക്ക് പോകും അല്ലേ. അപ്പോൾ എന്തായാലും അത് അടുത്ത മാസത്തേക്ക് പോവുക. അപ്പോൾ ഈ 3 ഡേറ്റുകളിൽ ഏറ്റവും ആദ്യം നടന്ന ഡേറ്റ് ഏതാ? 18/8/2023 ആണോ, 20/8/2023 ആണോ, അതോ 9-ാം മാസമാണോ? അപ്പോൾ എന്തായാലും 18/8/2023 ആദ്യം നടന്നത് അല്ലേ. അപ്പോൾ അതിൽ ആൻസർ ഈസ് എന്ത് ചെയ്താൽ നമുക്ക് 18/8/2023 ആണ് നമ്മുടെ എന്ത് വരിക? യെസ്, ടൈം ഓഫ് സപ്ലൈ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ടൈം ഓഫ് സപ്ലൈ കാണാം. കണ്ടീഷൻസ് നന്നായി പഠിച്ചു വെച്ചാൽ മാത്രമേ ടൈം ഓഫ് സപ്ലൈ കാണാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ഡേറ്റുകൾ ആദ്യം റിസീവ് ചെയ്ത ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 2 ഡേറ്റുകളിൽ ആദ്യം നടന്നത് 20-ാം തീയതി. അപ്പോൾ 18, 20 എടുക്കുക. പിന്നെ 30 ദിവസം കൂട്ടുമ്പോൾ 14-ാം തീയതി. അത് 9-ാം മാസമാണ്. അപ്പോൾ ഇതിൽ 3 ഡേറ്റുകൾ ആദ്യം നടന്നത് 18 അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ രജിസ്റ്റേർഡ് ഡീലർ ട്രേഡർ സപ്ലൈഡ് ഗുഡ്സ് ഫോർ 8,60,000 ടു എ രജിസ്റ്റേർഡ് ഡീലർ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ ഓൺ. ഇവിടെയും പറയുന്നുണ്ട് റിവേഴ്സ് ചാർജ് ബേസിസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഉണ്ട് 20/11 ഡേറ്റ് ഓഫ് റെസീറ്റ്. അപ്പോൾ ഒന്നാമത്തെ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ് 22/12 കേട്ടോ. ഡിസംബർ 22-ാം തീയതിയാണ്. പേയ്മെൻറ്റ് നടത്തിയത് 24/12 ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയത് 28/12 അപ്പോൾ ഈ 2 ഡേറ്റുകൾ, ഇത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റോ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയ ഡേറ്റോ, ഇതിൽ ആദ്യം നടന്ന ഡേറ്റ് ഏതാ? 24-ാം തീയതി അല്ലേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡേറ്റ്. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്നാ? നവംബർ 20-ാം തീയതി. അതിൻ്റെ കൂടെ 30 ദിവസം കൂടി കൂട്ടുമ്പോൾ നവംബർ 20-ാം തീയതിയുടെ കൂടെ 30 ദിവസം കൂടി കൂട്ടി എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഡിസംബർ 20-ാം തീയതിക്ക് ആയിട്ട് വരും അല്ലേ. ഡിസംബർ ആ ഒരു ഡേറ്റ് വരും അല്ലേ. ഡിസംബർ 19-ാം തീയതി വരും ശരിക്കും. 20 ദിവസം, കാരണം നവംബറിൽ 30 ദിവസമാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ 20-ൻ്റെ കൂടെ നമ്മളൊരു 30 ദിവസം കൂടി കൂട്ടുക. അതാണ് മൂന്നാമത്തെ ഡേറ്റ് അല്ലേ. ഈ 20-ൻ്റെ കൂടെ ഒരു 30 ഡേയ്സ് കൂട്ടിയാൽ
11 കഴിഞ്ഞ് 12 ഡിസംബർ 19-ാം തീയതിയിലേക്ക് പോകും. ഡിസംബർ 19-ാം തീയതിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തെ ഡേറ്റ് 22/12/2023, രണ്ടാമത്തെ ഡേറ്റ് 24 എടുക്കേണ്ടത്. കാരണം ഈ 2 ഡേറ്റുകളിൽ ആദ്യം നടന്ന ഡേറ്റ് എടുക്കുക. അപ്പോൾ 24 കിട്ടി. മൂന്നാമത് 19. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം നടന്നത്? 22/12/2023 ആണോ? 24/12/2023 ആണോ? 19/12/2023 ആണോ? അപ്പോൾ ആദ്യം നടന്ന ഡേറ്റ് 19/12/2023. അപ്പോൾ അതാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഗുഡ്സിൻ്റെ കേസ് കഴിഞ്ഞു മക്കളെ. നമുക്കിനി എന്ത് ചെയ്യാം? ഇനി അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ്. സർവീസസിൻ്റെ കേസ് നമുക്ക് നോക്കാം. ദ ലയബിലിറ്റി ടു പേ ടാക്സ് ഓൺ സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ദ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരീഡിൽ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലേ, അതെടുക്കുക. ഓർ ദ ഡേറ്റ് ഓഫ് റെസിപ്പിയൻ്റ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴാണ് റിസീവ് ചെയ്തത്. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, പേയ്മെൻറ്റ് എന്നാണോ കിട്ടിയത്, ഈ 2 ഡേറ്റുകളിൽ ഏതാണോ ആദ്യം നടന്നത് ആ ഡേറ്റ് എടുക്കുക. രണ്ടാമത് പ്രൊവിഷൻ ഓഫ് സർവീസ് ഓർ ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് എൽ, എപ്പോഴാണ് നമുക്ക് പേയ്മെൻറ്റ് റിസീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ പറയുന്നുണ്ട് സർവീസ് എന്നാണോ കൊടുത്തത് അല്ലെങ്കിൽ എപ്പോഴാണ് പേയ്മെൻറ്റ് റിസീവ് ചെയ്തത്, ആ 2 ഡേറ്റുകൾ ഏതാണോ ഏർലിയർ. അപ്പം പ്രത്യേകം നോക്കാം മകളെ, സർവീസസിൻ്റെ കേസിൽ 2 കേസ് വരുന്നുണ്ട്. ഒന്ന് പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ, അതാണ് ഒന്നാമത്തെ കേസ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് 2 കേസുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ കേസ് ഇതാണ്, ഇത് ഇൻവോയ്സിൻ്റെ കേസാണ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസ്. ഇവിടെ ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ് ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക ടൈം ഓഫ് സപ്ലൈ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ എന്നാണോ പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, ഇതിൽ ഏതാണോ ആദ്യം നടന്ന ഡേറ്റ് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ. അത് ഇൻവോയ്സിൻ്റെ കേസിൽ. ഇന്ന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാത്ത കേസാണെങ്കിൽ പിന്നെ ഇൻവോയ്സ് എടുക്കണ്ടല്ലോ, വേണ്ട. അവിടെ നമ്മൾ എന്നാണോ സർവീസ് പ്രൊവൈഡ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, ആ 2 ഡേറ്റുകളിൽ ഏതാണോ ആദ്യം നടന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർവീസസിൻ്റെ കേസിൽ ഈ 2 കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒന്ന്, പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ പ്രത്യേകം ഒരു പരിധി, ആ ഒരു ടൈം ഉണ്ട്, അതിനുള്ളിൽ ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ കാണാം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ എന്നാണോ പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, ആ 2 ഡേറ്റുകൾ ഏതാണോ ആദ്യം സംഭവിച്ചത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഇനി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാത്ത ഡേറ്റ് ആണെങ്കിലോ, എന്നാണോ സർവീസ് കൊടുത്ത ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയത്, ഏതാണോ ആദ്യം നടന്നത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ റോഷൻ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സർവീസാണത് അല്ലേ, ഒരിക്കലും അത് ഗുഡ്സ് അല്ല. അപ്പോൾ അദ്ദേഹം സർവീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, അപ്പോൾ അവിടെ സർവീസ് കൊടുത്ത ഡേറ്റ് 11/8/2023 ആണ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അവിടെ 30 ദിവസമുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ ലിമിറ്റിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം 18/8/2023 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് നമ്മളെ ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റ് എന്ന പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് എൻ്റർ ചെയ്ത ഡേറ്റ് 28/8/2023 ആണ്. ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ആയ ഡേറ്റ് 29/8/2023. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ കാണുന്നത്? ഇതിൽ ഏത് കേസാണ് വരിക? ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് കേസാണ് വരിക. എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ നമുക്ക് പേയ്മെൻറ്റ് റിസീവ്, ഈ പേയ്മെൻറ്റ് റിസീവ് ചെയ്ത ഡേറ്റ് ഇല്ലേ മക്കളെ, അത് കാണുമ്പോൾ നമ്മൾ നേരത്തെ കാര്യം ബാധകമാണ് കേട്ടോ. എപ്പോഴാണോ പേയ്മെൻറ്റ് കിട്ടിയത്, അല്ല എപ്പോഴാണോ നമ്മൾ ബുക്കിൽ എൻ്റർ ചെയ്തത്, എപ്പോഴാണോ ബാങ്കിൽ ഡെബിറ്റ് ആയത്, അല്ലെങ്കിൽ ഏതാണോ ആദ്യം നടന്ന ഡേറ്റ് അതായിരിക്കും ഡേറ്റ് ഓഫ് റെസിപ്പിയൻ്റ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. അതായത് ഈ കേസുകളിൽ, അതായത് ഫസ്റ്റ് കേസ് നമുക്ക് പറഞ്ഞു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിൽ ഈ 2 ഡേറ്റ് തരും. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്, ഇതിൽ ഏതാണോ ആദ്യം നടന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുക, നമ്മൾ ടൈം ഓഫ് സപ്ലൈ എടുക്കുക. പക്ഷേ ഈ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഇല്ലേ, പേയ്മെൻറ്റ് കിട്ടുന്ന ഡേറ്റ്, ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ 2 ഡേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ 2 ഡേറ്റുകളിൽ ഏതാണോ ആദ്യം നടന്നത് അതാണ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് എടുക്കേണ്ടത്. ഒന്ന് ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റ്, 2 ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയ ഡേറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആ 2 ഡേറ്റുകളിൽ ഏതാണോ ആദ്യം സംഭവിച്ചത് അതായിരിക്കും ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്. ആ ഡേറ്റും ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതാണോ ആദ്യം നടന്നത് അത് എടുക്കണം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നോക്കി നിങ്ങൾ, ആദ്യം നമുക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഡേറ്റ്. ഓക്കെ അല്ലേ, ഒന്നാമത്തെ ഡേറ്റ് കിട്ടി. രണ്ടാമത് ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റ് 28/8/2023. ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയത്, ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവാന്ന് പറഞ്ഞാൽ മറ്റേ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ടാവും. അത് 29/8/2023. അപ്പോൾ ഈ 2 ഡേറ്റുകൾ ഏതാണ് ആദ്യം സംഭവിച്ചത്? 28 അല്ലേ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് എടുക്കേണ്ടത്.
അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 18/8/2023, പേയ്മെൻറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഏതൊക്കെ എടുക്കണം? ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയ ഡേറ്റോ, ഇതിൽ ഏതാണോ ആദ്യം സംഭവിച്ചത്. അപ്പോൾ 28/8 29/8 ആദ്യം സംഭവിച്ചത്? 28/8 അല്ലേ? അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ 18/8/2023 ഉണ്ട് നമുക്ക് മുമ്പിൽ, 28/8/2023. ഇതിൽ ഏതാണ് ആദ്യത്തെ ഡേറ്റ്? ഏർലിയസ്റ്റ് ഡേറ്റ് ചെയ്താൽ 18 അല്ലേ? അപ്പോൾ ടൈം ഓഫ് സപ്ലൈ എത്രയാണ്? 18/8/2023. അങ്ങനെ എടുക്കാം കേട്ടോ. അടുത്ത് നോക്കി, കനറ ബാങ്ക് പ്രൊവൈഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ നമുക്കറിയാം ബാങ്ക് കൊടുക്കുന്ന സർവീസസ് ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് 1/10/2023, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് 2/11/2023, വിത്തിൻ 45 ഡേയ്സ് ഓഫ് സർവീസ് ആണ് കേട്ടോ. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് 26/11/2023. അപ്പോൾ ഡിറ്റർമിൻ ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അസ്യൂമിങ് ദാറ്റ് ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ്. ഇൻവോയ്സോട് ഇഷ്യൂ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ സർവീസിന് രണ്ടാമത്തെ സംഭവമാണ് എടുക്കേണ്ടത്. ഇൻവോയ്സോട് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കേസല്ലേ എടുക്കേണ്ടത്? ഓക്കെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് കൊടുത്ത ഡേറ്റോ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റോ പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, ഇതിൽ ഏതാണോ ആദ്യം സംഭവിച്ചത് അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ സർവീസ് കൊടുത്ത ഡേറ്റ് 1/10/2000, ഇത് ഒന്നാമത്തെ കണ്ടീഷൻ കിട്ടി. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ 26/10/2023 അല്ലേ? അപ്പോൾ ഇതിലേത് ആദ്യം സംഭവിച്ചത്? അപ്പോൾ നോക്കാം മക്കളെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാത്ത കേസിൽ നിങ്ങൾ രണ്ട് ഡേറ്റുകളാണ് എടുക്കേണ്ടത്. ഒന്ന് സർവീസ് കൊടുത്ത ഡേറ്റ് എന്നാ 1/10/2023. രണ്ടാമത് പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, കിട്ടിയതെന്നാ 26/10/2023. അപ്പോൾ 1/10/2023 ആണോ 26/10/2023 ആദ്യം സംഭവിച്ചത്? 1/10 അല്ലേ? അപ്പോൾ ടൈം ഓഫ് സപ്ലൈ എത്രയാണ്? 1/10/2023 ആണ് കേട്ടോ. അതിന് ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്തത് 1/10/2023, പേയ്മെൻറ്റ് റിസീവ് ചെയ്തത് 26/10/2023. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? 1/10 ആണ്. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി സർവീസസിൻ്റെ കേസിലും റിവേഴ്സ് ചാർജ് വരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. തിയറിക്ക് പകരം പ്രോബ്ലം ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുഡ്സിൻ്റെ കേസ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. നോർമൽ കേസും പഠിച്ചു, റിവേഴ്സ് ചാർജും പഠിച്ചു. സർവീസസിൻ്റെ കേസ് നമ്മൾ പഠിച്ചു, നോർമൽ ചാർജ് ഉണ്ട്, നോർമൽ കേസിൽ രണ്ടെണ്ണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാത്തതും അല്ലേ? ആ രണ്ട് കേസ് നമ്മൾ പഠിച്ചു. ഇനി റിവേഴ്സ് ചാർജിലേക്ക് പോകാം. അപ്പോൾ റിവേഴ്സ് ചാർജിൽ എങ്ങനെയാണ് നമ്മൾ സർവീസിൻ്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ കാണാൻ നോക്കാം. ആദ്യം നമുക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 4/10/2023, പേയ്മെൻറ്റ് എൻ്റർ ചെയ്ത ഡേറ്റ് 12/10/2023, ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയത് 18/10/2023. ഈ ഡേറ്റ് ഇമീഡിയറ്റ്ലി ഫോളോയിങ് 60 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. നമുക്ക് സാധാരണ ഇവിടെ നമുക്ക് മറ്റോടത്ത് നമ്മൾ ഗുഡ്സിൻ്റെ കേസിൽ എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു 30 ദിവസം കൂടി കൂട്ടണമെന്ന് പറയില്ലേ? 31-ാം ദിവസം അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സർവീസിൻ്റെ കേസിൽ എന്നാണോ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു 60 ദിവസം കൂടി കൂട്ടണമെന്നാണ് കേട്ടോ. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 60 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്. അപ്പോൾ 4/12/2023. നമുക്കറിയാം 4/10/2023 നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞാന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 മാസം കഴിയുമ്പോൾ അല്ലേ? അപ്പോൾ 11-ാം മാസം കഴിഞ്ഞു, 12-ാം മാസം 4-ാം തീയതി. കണ്ടോ? അത് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കണം കേട്ടോ. നമുക്ക് എഴുതാം സാധാരണ പോലെ തന്നെ. ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് പേയ്മെൻറ്റ് എൻ്റർ ചെയ്ത ഡേറ്റോ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് ആയ ഡേറ്റോ, ആ രണ്ട് ഡേറ്റുകളിൽ ആദ്യത്തെ ഡേറ്റ് ഏതാണെന്ന് നോക്കാം. ഈ രണ്ട് ഡേറ്റുകളിൽ ആദ്യത്തെ ഡേറ്റ് ഏതാ? 12/10/2023. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചാർജ് വരുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ 60 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഓഫ് ഇൻവോയ്സിൻ്റെ കൂടെ ഒരു 60 ദിവസം കൂട്ടുക, അതായത് 61-ാമത്തെ ദിവസം എടുക്കുക. അപ്പോൾ നമുക്ക് ഏതാ മാസം കിട്ടുക? ഇവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 4/10 മാസമാണ്, ഒക്ടോബറില്ല. അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ 4-ാം തീയതിയാണ് നമുക്ക് എന്ത് വരിക? 60 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് വരിക. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഡേറ്റ്, 4/12/2023. അപ്പോൾ ഈ രണ്ട് ഡേറ്റുകൾ ആദ്യം സംഭവിച്ചത്? 12/10/2023 അല്ലേ? അപ്പോൾ ടൈം ഓഫ് സപ്ലൈസ് 12/10/2023. അടുത്ത വാല്യൂ സപ്ലൈ ആണ്. കഴിഞ്ഞ വർഷം വാല്യൂ സപ്ലൈ ആയിട്ട് ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഉണ്ടായിരുന്നു. വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത് വാല്യൂ ഓൺ വിച്ച് GST വിൽ ബി കമ്പ്യൂട്ടഡ് ആൻഡ് പെയ്ഡ്. GST എത്രയാണോ ഒരു വ്യക്തി അടയ്ക്കേണ്ടത് എന്ന് കണ്ടെത്തുന്നത് ഈ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വാല്യൂ സപ്ലൈ തിയറി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ വാല്യൂ സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം? സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. മിസ്സിസ് മഞ്ജു ആൻഡ് സൺസ് എഗ്രി ടു സപ്ലൈ എ റെഫ്രിജറേറ്റർ ടു മിസ്സിസ് ശിൽപ അറ്റ് ഹിസ് റെസിഡൻറ്റ്. ദ ഇൻവോയ്സ് പ്രൈസ്, അതായത് റെഫ്രിജറേറ്റർ സപ്ലൈ ചെയ്യാണ്, 1,80,000 രൂപയുടെ റെഫ്രിജറേറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു 3,000 രൂപ ഏജൻറ്റിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ഏജൻറ്റ് പേയ്മെൻറ്റ് നമ്മൾ കൂട്ടുക. അപ്പോൾ 1,80,000 + 3,000 1,83,000 ആണ് കേട്ടോ വരിക. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് 1,80,000 + 3,000 ആണ് കേട്ടോ. അടുത്ത നോക്കി,
ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ബൈ എ ട്രേഡർ. അവിടെ നമുക്ക് ഇൻഫർമേഷൻ ഗിവൺ ട്രേഡറുടെ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വാല്യൂ സപ്ലൈ ഗുഡ്സ് ഇഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ 18th December 2023. 2023 ഡിസംബർ 18 അദ്ദേഹം ഒരു ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടായി. ആ ഗുഡ്സിൻ്റെ വാല്യൂ 6,20,000 രൂപയാണ്. അദ്ദേഹം പേയ്മെൻറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. കാരണം ഡിസംബർ 18 വാങ്ങിയെങ്കിലും പേയ്മെൻറ്റ് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് 25,000 രൂപയാണ്. എങ്കിൽ വാല്യൂ സപ്ലൈ കാണാൻ പറഞ്ഞാൽ ഈ വാല്യൂ സപ്ലൈയിൽ നമ്മൾ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കമ്മീഷനും പാക്കിംഗ് ചാർജൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ 6,20,000 കൂടെ നമുക്ക് ഉണ്ടായ ആ ഡിലേ പേയ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് കൊടുത്തില്ലേ, നമ്മൾ എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് 25,000, അപ്പോൾ രണ്ടും കൂടി കൂട്ടാം. അപ്പോൾ 6,45,000 വാല്യൂ സപ്ലൈ. ഇനി അടുത്ത ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ബൈ എ സപ്ലയർ കാൽക്കുലേറ്റ് ദ വാല്യൂ സപ്ലൈ. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് വന്നിട്ട് സോളാർ കുക്കറാണ് മേടിച്ചത്. അതിന് ഇൻവോയ്സ് പ്രൈസ് നമുക്ക് വാങ്ങിയപ്പോൾ ബില്ലിലുണ്ടായ പ്രൈസ് 46,000 ആണ്. സബ്സിഡി അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നോ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നോ സബ്സിഡി നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കരുത്. അതൊരിക്കലും നമ്മൾ വാല്യൂ സപ്ലൈയിൽ കൂട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മക്കളെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നോ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നോ നമുക്ക് സബ്സിഡി തരികയാണെങ്കിൽ അതൊരിക്കലും നമ്മൾ വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ 44,600 എടുക്കണ്ട. പക്ഷേ അടുത്ത സബ്സിഡി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ സപ്ലൈ ഫ്രം എ ചാരിറ്റബിൾ ട്രസ്റ്റ് എൻഗേജ്ഡ് ഇൻ പ്രൊമോഷൻ ഓഫ് സോളാർ കുക്കേഴ്സ്. സോളാർ കുക്കേഴ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ലിങ്ക് ചെയ്തിട്ട് നേരിട്ട് നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട് 10,000 രൂപ. അപ്പോൾ ഈ 46,000 രൂപയുടെ സാധനത്തിന് നമുക്ക് 10,000 രൂപ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് 36,000 ആയിരിക്കും നമ്മുടെ വാല്യൂ സപ്ലൈ. അപ്പോൾ ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നോ ഉള്ള സബ്സിഡി എടുക്കരുത്. അല്ലാതെ നമുക്ക് അതർ പാർട്ടീസ് അല്ലെങ്കിൽ വല്ല മുനിസിപ്പൽ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഇതിൽ നമുക്ക് കിട്ടുന്ന സബ്സിഡി ആണെങ്കിൽ നമുക്ക് അത് ഡിഡക്റ്റ് ചെയ്യാം കേട്ടോ. അത് ഡിഡക്റ്റ് ചെയ്തിട്ട് ചെയ്താൽ അതാണ് നമ്മുടെ വാല്യൂ സപ്ലൈ. അടുത്ത ട്രേഡർ സപ്ലൈഡ് 300 പീസ് ഓഫ് ഷീറ്റ് അറ്റ് ₹300 പെർ ഷീറ്റ്. ആസ് പെർ എഗ്രിമെൻറ്റ് 10% ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ഓൺ ഇൻവോയ്സ് പ്രൈസ്. അതായത് 300 രൂപയുടെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു സാധനത്തിൻ്റെ വില 300 രൂപയാണ്. അപ്പോൾ 300 നമുക്ക് ഒരു 90,000 രൂപ വരും. അപ്പോൾ അതിനകത്തൊരു 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ള ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് അപ്പോൾ 10% പറയുമ്പോൾ 9,000 കുറയ്ക്കുക. അപ്പോൾ 81,000 രൂപയുടെ സാധനമാണ് നമ്മൾ സപ്ലൈ ചെയ്തേക്കണേ. ദ ഡെലിവറി ഈസ് ഫ്രീ. ഡെലിവറി ഫ്രീ ആണ് അറ്റ് ദ സൈറ്റ് ഫോർ വിച്ച് ദ ട്രേഡർ പെയ്ഡ് 6,000 ആസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. ഡെലിവറി ഫ്രീ ആണെങ്കിലും പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ട്രേഡർ അടച്ചിട്ടുണ്ട് 6,000 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ ചാർജസും പാക്കിംഗ് ചാർജസും കമ്മീഷനൊക്കെ കൂട്ടണം. അപ്പോൾ ഇവിടെ 6,000 കൂടി കൂട്ടണം. അപ്പോൾ 81,000 പ്ലസ് 6,000 നമുക്ക് 87,000 ആണ് വാല്യൂ സപ്ലൈ ആയിട്ട് വരിക. ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ് കഴിഞ്ഞോട്ട് ചോദിച്ചത്. A company provide the following relating to the goods sold by to PK Limited. ലിസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സിൻ്റെ ലിസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ടാക്സും ഡിസ്കൗണ്ടൊന്നും ഉൾപ്പെടാതെ നമുക്കൊരു 3 ലക്ഷം രൂപയാണ്. അതിൽ ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പാലിറ്റി. ഇതിനകത്ത് ടാക്സ് ഒരു 30,000 നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞാൽ ടാക്സും ഈ ട്രാൻസ്പോർട്ട് എല്ലാം അടയ്ക്കുന്നതിന് മുമ്പത്തെ മൊത്തം വാല്യൂ ആണ് വാല്യൂ സപ്ലൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലിസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സിനകത്ത് എന്തുണ്ട്, ടാക്സ് എക്സ്ക്ലൂസീവാണ്, അത് പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ടാക്സ് കൂടി ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ CGST SGST ഒരിക്കലും നമ്മൾ എടുക്കില്ല കേട്ടോ. അത് ക്വസ്റ്റിൽ വന്നാൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യണം, അത് എടുക്കരുത്. അടുത്ത പാക്കിംഗ് ചാർജ് എടുക്കുമല്ലോ, പാക്കിംഗ് ചാർജസ് 10,000 രൂപ. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണം. കാരണം മറ്റേ 3 ലക്ഷത്തിനകത്ത് അതൊന്നും ഇല്ലാതെയാണ് നമുക്ക് ആ എമൗണ്ട് പറഞ്ഞേക്കണം. അപ്പോൾ പാക്കിംഗ് ചാർജ് 10,000 രൂപ ആഡ് ചെയ്യുക. ഇനി സബ്സിഡി റിസീവ്ഡ് ബൈ സെല്ലേഴ്സ് ഫ്രം NGO ആണ് അല്ലേ. അതായത് NGO എന്ന് പറയുമ്പോൾ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അപ്പോൾ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനെ പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഗവൺമെൻറ് അല്ലത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണം. മറ്റോട് നമ്മൾ എന്തുകൊണ്ട് ലെസ് ചെയ്ത്, അവിടെ നമുക്ക് എല്ലാം കഴിച്ചുള്ള എമൗണ്ട് അല്ലേ തന്നിരുന്നത്. ഇതിനകത്ത് ഈ ലിസ്റ്റ് പ്രൈസിനകത്ത് ഇതൊന്നും പെടാത്തത് കൊണ്ട്, ഈ സബ്സിഡികളൊന്നും പെടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സബ്സിഡി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 20,000 ആഡ് ചെയ്തു. അപ്പോൾ 3,60,000 ആണ് നമ്മുടെ സാധനത്തിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇതെല്ലാം കൂടി കൂട്ടി വരുന്ന പ്രൈസ്. അതിൽ നമ്മൾ 2% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2% നമ്മൾ 3,60,000 2% കാണാം. നമുക്കൊരു എമൗണ്ട് കിട്ടും 6,000. അത് കുറയ്ക്കുക. അപ്പോൾ 3,54,000 ഇതാണ് നമ്മുടെ വാല്യൂ സപ്ലൈ ആയിട്ട് വരിക. ഇനി കഴിഞ്ഞ വർഷം നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിന് മുമ്പ് ഒരു തിയറി കൂടി കാണിക്കാം. റിലേറ്റഡ് പേഴ്സൺ ആരാണെന്ന് ചോദിക്കാം 2 മാർക്കിന്. റിലേറ്റഡ് പേഴ്സൺ മീൻസ് ഓഫീസേഴ്സ് ആവാം, ഡയറക്ടേഴ്സ് ആവാം, മറ്റൊരു ബിസിനസ്സിലെ ഡയറക്ടേഴ്സ് ആവാം, ലീഗലി റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സ് ആകാം, എംപ്ലോയി ആവാം. എ പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺസ് കൺട്രോൾസ് ഓർ ഹോൾഡ് 25% ഓർ മോർ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് വോട്ടിംഗ്. 25% കൂടുതൽ വോട്ടിംഗ് പവറുള്ള ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഓൺ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഓണർഷിപ്പുള്ള ആളുകളാവാം. വൺ ഓഫ് ദ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്ന മറ്റൊരാളാവാം. അപ്പോൾ ഇങ്ങനെ ഒരു 5 പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ റിലേറ്റഡ് പേഴ്സൺ ആരാണെന്ന് ചോദിക്കാം.
2024 നമുക്ക് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആർക്കെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് പ്രൊവൈഡഡ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ഗുഡ്സ് സോൾഡ് ബൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കണ്ടോ, പ്രൈസ് ഓഫ് ദ ഗുഡ്സ് 1 lakh ഉണ്ട്, പാക്കിംഗ് ചാർജ് 10,000 ആഡ് ചെയ്യുക, കമ്മീഷൻ 8,000 ആഡ് ചെയ്യുക, പിന്നെ ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റിയാണ്. ഓൾറെഡി നമ്മൾ ആ ഗുഡ്സ് സെയിൽ ചെയ്തപ്പോൾ നമ്മൾ ടാക്സ് ചാർജ് ചുമത്തിയിട്ടുണ്ട്, അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സിഡി ഓൾറെഡി റിസീവ് ചെയ്തതല്ലേ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി കൂട്ടി കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ എന്തായാലും കൺസിഡർ ചെയ്യുക, നമ്മുടെ വാല്യൂ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് 5 മാർക്കിന് ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആഡ് ചെയ്യും. ഇനിയിപ്പോൾ പ്രൈസ് ഓഫ് ദ ഗുഡ്സിനകത്ത് ഈ ഒരു ടാക്സും സബ്സിഡിയൊക്കെ ഓൾറെഡി പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ലെസ് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ കേസിൽ ഓൾറെഡി ചുമത്തിയ എമൗണ്ടുകളല്ലേ പറഞ്ഞേക്കണം, അപ്പോൾ നമ്മളത് ആഡ് ബാക്ക് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ വാല്യൂ സപ്ലൈ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് 2 അസ്യൂം ചെയ്യാം. പ്രൈസ് ഓഫ് ദ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇതിൽ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സിനകത്ത് എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമ്മളതൊക്കെ ആഡ് ചെയ്തു അല്ലേ, ഇൻക്ലൂസീവ് ആണെങ്കിൽ നമ്മളതൊക്കെ ഈ പറയുന്ന ഈ സബ്സിഡിയൊക്കെ ലെസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങനെ എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഈ ടാക്സും സബ്സിഡിയൊക്കെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പ്രൈസ് നമുക്ക് പറയുകയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം പറയുകയാണെങ്കിലാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിനകത്ത് തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇൻവോയ്സ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് നമ്മൾ ഡിസ്കൗണ്ട് കുറച്ചു. അതിന് മുമ്പ് നോക്കി ഇൻവോയ്സ് പ്രൈസ് വന്നപ്പോൾ നമ്മൾ സബ്സിഡി അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇൻവോയ്സ് പ്രൈസ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ, ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ നിങ്ങൾ സബ്സിഡി കുറയ്ക്കുക, അല്ലാത്ത കേസുകളിലെല്ലാം നിങ്ങൾ ആഡ് ബാക്ക് ചെയ്താൽ മതി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിലെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ലിസ്റ്റ് പ്രൈസ് ആകും. അപ്പോൾ ലിസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഈ പറയുന്ന പാക്കിംഗ് ചാർജും കമ്മീഷനും ടാക്സ് ലെവീഡും സബ്സിഡിയൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക കേട്ടോ. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. പക്ഷേ ഇവിടെ ഡിസ്കൗണ്ട് ഇല്ല, അപ്പോൾ അത് കുറയ്ക്കേണ്ട, വെറുതെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ ഇത് ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ അതിനകത്ത് ഓൾറെഡി പെട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സബ്സിഡി നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് മാത്രം വരുന്ന പ്രോബ്ലം. അതുകൂടാതെ നമുക്ക് എന്തായാലും എസ് എ പ്രോബ്ലംസ് ഇൻകം ടാക്സിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്, ടോട്ടൽ ഇൻകം കാണാൻ വരാം. അതുപോലെ തന്നെ എന്തായാലും 10 മാർക്കിനൊരു മൊത്തം ടോട്ടൽ ഇൻകത്തിന് ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടാവും. ചിലപ്പോൾ അത് ടാക്സ് ലയബിലിറ്റി വരാൻ ടോട്ടൽ ഇൻകം വന്നാൽ രക്ഷപ്പെട്ടു മക്കളെ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 5 ഹെഡ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്യുക, GT എന്ന് എഴുതി വയ്ക്കുക, അതിൽ നിന്ന് റിഡക്ഷൻസ് കുറയ്ക്കുക. അപ്പോൾ റിഡക്ഷൻസിൻ്റെ സെക്ഷൻ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതാൻ പോകണ്ട, അല്ലാതെ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നോക്കിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, താങ്ക്